കേരള സംസ്ഥാനത്ത് 1957 ആദ്യ നിയമസഭ വന്നതിന് ശേഷം ധാരാളം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ പോലെയുള്ളൊരു സ്ഥാനാർത്ഥി ഇന്നുവരെ കേരള ചരിത്രത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. സാക്ഷാൽ PV അൻവർ. അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായി ജയിച്ച് വലതുപക്ഷത്തുള്ള എല്ലാവരെയും, അതായത് കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ എല്ലാം നിരന്തരമായിട്ട് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ കാലം. അങ്ങനെ സ്ഥിരമായി എല്ലാവർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനൊക്കെ എതിരൊക്കെയായിട്ട് വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ ആ ആരോപണം ആരും തന്നെ മുഖവിലക്കെടുത്തില്ല. ഇടതുപക്ഷവും അത് മുഖവിലക്കെടുത്തിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ച ഇടതുപക്ഷത്തിനും അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ തിരിയുന്നത്. ഉടനെ വലിയ ആരോപണങ്ങളായി, അന്നത്തെ ADGPയുടെ കാര്യങ്ങളായി, കള്ളക്കടത്തായി, ഇത്തരം പല വിഷയങ്ങളുമായി. ഇതിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിനും അതിൻ്റെ മുഖ്യമന്ത്രിക്കും എല്ലാം പങ്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒരു ദിവസം സ്വന്തം MLA സ്ഥാനവും രാജിവെച്ചു. അതിനുശേഷം സംഭവിച്ചത് അതിലും രസകരമായ കാര്യങ്ങളാണ്. അദ്ദേഹം ആദ്യം നമ്മുടെ UDFൻ്റെ കൂടെ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അത് കുറേ കാലം ചർച്ചകൾ നടക്കുന്നു. പിന്നീട് ഞാൻ അവിടെ മത്സരിക്കുന്നില്ല, ഞാൻ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രാഥമികാംഗമോ അല്ലെങ്കിൽ UDFിലെ ഒരു ഘടകകക്ഷിയോ ഒന്നുമല്ലാത്ത PV അൻവർ DMK എന്നൊരു പാർട്ടി ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നു. DMKയുടെ ഒരു കേരള ഘടകം രൂപീകരിക്കാൻ നോക്കുന്നു. DMKക്കോ ഇപ്പോൾ തന്നെ കേരള ഘടകമുണ്ട്, അതുകൊണ്ട് DMKക്കാർ സമ്മതിച്ചില്ല. പിന്നെ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ഇവിടെ ആ ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഇനിയിപ്പോൾ BSP ചേരുമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ, ഈ നാട്ടിൽ കാണാത്ത ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പുതിയ പാർട്ടിയുമായിട്ട് ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നു. ഉടനെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന്, അതായത് UDFൻ്റെ സ്ഥാനാർത്ഥി, UDFിലൊരു ഘടകകക്ഷിയോ ഒന്നുമല്ലാത്ത PV അൻവർ നിർദ്ദേശിക്കുന്നു, ഇത് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം. അപ്പോൾ അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ താളം തെറ്റി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. കാരണം UDFിലൊരു സ്ഥാനാർത്ഥിയാക്കണം, ആരെ സ്ഥാനാർത്ഥിയാക്കണം, LDFിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് ആ മുന്നണികളിലെ ഘടകകക്ഷികൾ തമ്മിൽ ആലോചിച്ചാണ് അവരൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിനു പകരം പുറത്തു നിന്നൊരാൾ വന്നിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചില്ല. ആര്യാടൻ ഷൗക്കത്തിനെ അവർ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോൾ അതിനെതിരെയായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിൽ ഇപ്പോൾ അൻവർ പോകുന്നു. ഈ ഇടതുപക്ഷത്താണെന്നുണ്ടെങ്കിൽ അവർ ഒരു രാഷ്ട്രീയമായ ഫൈറ്റ് തന്നെയാണ് അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാരനും അവരുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള M സ്വരാജിനെ അവർ സ്ഥാനാർത്ഥിയാക്കുന്നു. തീർച്ചയായും ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പായിട്ട് തന്നെ അവരതിനെ മാറ്റി. അതേസമയം അവിടെ സ്ഥാനാർത്ഥി ഇല്ല, ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന BJP അവസാനം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേരള കോൺഗ്രസിൻ്റെ അന്ന് തലേ ദിവസം വരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാനതല നേതാവ് എന്ന് പറയപ്പെട്ടിരുന്ന ഒരു അഭിഭാഷകനെ അവർ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ഇതിൽ ഇപ്പോൾ രണ്ട് കക്ഷികൾ, അതായത് LDFും UDFും അവർ രാഷ്ട്രീയമായിട്ട് അവരുടെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ നിർണയിച്ചിരിക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജും അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും രണ്ടുപേരും രണ്ട് പ്രമുഖ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരും കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ളവരുമാണ്. അപ്പോൾ അതിനിടയിലാണ് പിന്നീട് ഇപ്പോൾ അൻവർ അവസാനം സ്വന്തമായി വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഇനി 8 മാസത്തേക്ക് കൂടി ഉണ്ടായിരുന്ന ഒരു MLA സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ആദ്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിൻ്റെ കൂടെ സ്വതന്ത്രനായിട്ട് വേറൊരു പത്രികയും കൊടുത്തിരുന്നു.
ഇപ്പോൾ തൃണമൂലിൻ്റെ പത്രിക തള്ളി, തൃണമൂൽ സ്ഥാനാർത്ഥിയായി കൊടുത്ത പത്രിക തള്ളി. അത് വലിയ തമാശയാണ്. കാരണം 10 പേരുടെ നോമിനേഷൻ പിന്തുണ ഇല്ലാതെ ഇദ്ദേഹം കൊണ്ടുപോയി പത്രിക കൊടുത്തു. അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്ന മനുഷ്യനല്ല, മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അതിൽ 10 പേരുടെ പിന്തുണ ഒപ്പില്ലാതെ ഈ പത്രിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ തള്ളാൻ വേണ്ടി മാത്രം കൊടുത്ത പത്രികയാണ്, അല്ലാതെ മറ്റ് സാങ്കേതിക ക്രമക്കേടുകളില്ല. ഇത് ആദ്യം കാണുമ്പോൾ തന്നെ അതിൽ പിന്തുണക്കുന്നവരുടെ പേരും ഒപ്പും ഇല്ലെങ്കിൽ ആ പത്രിക അപ്പോൾ വരാതെ തള്ളിയിരിക്കും. ആ രീതിയിൽ തള്ളുകയും എന്നിട്ട് തൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പത്രിക അവിടെ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തൃണമൂലിനെ കൂടി അദ്ദേഹം കബളിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ വരാൻ പോകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീണ്ടും അദ്ദേഹം അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആരെ ജയിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. പിന്നെ ഏറ്റവും അടുത്തതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന 2026 UDF മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകണമെന്നുള്ളതാണ്. അത് വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, 2026 ആരാണ് ഇവിടെ അധികാരത്തിൽ വരുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 2026 തിരഞ്ഞെടുപ്പ് കഴിയണം. കഴിഞ്ഞതിന് ശേഷമാണ് LDF UDF ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രമുഖ കക്ഷികളായിട്ടുള്ള LDF വരികയാണെന്നുണ്ടെങ്കിൽ LDFിലെ പ്രമുഖ കക്ഷികളായിട്ടുള്ള CPM CPI തുടങ്ങിയ കക്ഷികളുണ്ട്. അവരാണ് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. UDF അത്തരത്തിൽ അധികാരത്തിൽ വന്നു എന്ന് തന്നെ വെക്കട്ടെ. അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസോ ലീഗോ ഒക്കെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ്, വനം വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ ഒരു MLAയോ ഭാവിയിൽ ഇനി MLAമാരോ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത PV അൻവർ, അദ്ദേഹം തന്നെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ജയിക്കുമോ എന്നൊരു ഉറപ്പുമില്ലാത്ത PV അൻവർ ചോദിക്കുന്നത് 2026 വരാൻ പോകുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പുമാണ്. കൂടാതെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ ഉടനെ മാറ്റണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം എന്തെങ്കിലും അജണ്ട വെച്ച് പറയുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു വിചിത്രമായ മാനസിക നിലയിലാണുള്ളതെന്നാണ് ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇനി കേരള രാഷ്ട്രീയത്തിലിറങ്ങി മുഴുവൻ നൊമ്പരവും ഏറ്റുവാങ്ങിയ PV അൻവർ എന്ന കോടീശ്വരന് ഇനി ഏത് മാർഗമാണ് ബാക്കിയുള്ളത്? അദ്ദേഹത്തിന് ഏകദേശം 2 മുന്നണികളിൽ നിന്നും വഴിമുട്ടിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനുള്ള മാർഗം ഘാനയിലെ സ്വന്തം സ്വർണ്ണപ്പാടങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ ഒരു ജനാധിപത്യ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സ്വർണ്ണഖനനത്തിലൂടെയുള്ള ഒരു രാഷ്ട്രീയ വിപ്ലവമാണ് അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാനുള്ളത്.